ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 2-ാം തീയതിയാണ്. അപ്പോൾ എൻ്റെയും വിമലിൻ്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഹാലിഫാക്സ് വരെ പോകണം. കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വല്ലതേ വന്നിട്ടില്ല. അവൻ കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവന് സർപ്രൈസായി എന്ന് പറയാൻ പറ്റില്ല. അവനറിയില്ല എന്താ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചേച്ചിയുടെ അവിടേക്കാണ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇനി ഇത് അവിടെ പോയിട്ട് അത് പിക്ക് ചെയ്യണം, ഇതെടുക്കണം, ഗിഫ്റ്റ് പേപ്പർ വാങ്ങിക്കണം. അത് പൊതിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊതിയണം, എന്നിട്ട് അതെടുത്ത് പോകണം. അതാണ് എൻ്റെ പ്ലാൻ. നമ്മൾ എന്നോട് കുറേ ചോദിച്ചിട്ടോ എന്താ ഗിഫ്റ്റ് വാങ്ങിച്ചാൽ പറയുന്നൊക്കെ പറഞ്ഞ് ഞാൻ പക്ഷെ പറഞ്ഞിട്ടൊന്നുമില്ല. വലിയ യൂസ്ഫുള്ളുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചാണ്. കാരണം അവന് ഇപ്പോൾ ഒന്നും ആവശ്യമൊന്നുമില്ല. ഫോണും ഹെഡ്സെറ്റും എല്ലാം ഉണ്ട്. പിന്നെ എന്നാലും ഫസ്റ്റ് ആനിവേഴ്സറി ആയ കാരണം വാങ്ങിച്ചതാണ്. അപ്പോൾ വിമൽ വന്നു കേട്ടോ. വിമൽ മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ടാട്ടോ നിൽക്കണേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിമൽ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നീ ഹാപ്പി ആയിരുന്നോ ശരിക്കും? പിന്നെ ഫുള്ള് തല്ലൂട്ടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഹാപ്പി ആയിരുന്നാടാ നീ? സത്യം പറയേ, വെറുതെ അപ്പൊ ശരി, ഞങ്ങളിത് പോവാൻ കേട്ടോ. അപ്പൊ പോണ വഴി ഇനി ബാക്കി കാണാം. ബൈ. ദെൻ നമ്മൾ ഒട്ടും ലേറ്റ് ആക്കാണ്ട് ഒരു 10 മണിക്കായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ പോണ വഴി ഒരു ഡോളർ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റ് പേപ്പർ എല്ലാം വാങ്ങിച്ച് അവിടെ നിന്ന് വേഗം ഇറങ്ങി. പിന്നെ ചേച്ചിയുടെ അവിടെ പോയിട്ട് ഷടപ്പെട്ടേ വേഗം ചേട്ടനെ കൊണ്ട് ഇതെല്ലാം റാപ്പ് ചെയ്യിപ്പിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ അവിടെ വന്നിട്ട് ഗിഫ്റ്റ് എല്ലാം ഇതാക്കിയിട്ട് ഇതേ എടുത്തു കേട്ടോ. പൊതിഞ്ഞെടുത്ത് ചേട്ടൻ എന്താ ഗിഫ്റ്റ് എല്ലാം പൊതിഞ്ഞ് തന്നു. പിന്നെ നമ്മൾ ഹാലിഫാക്സ് പോകാണ്ട്. ഇത് ഇനി എപ്പോഴാണ് കൊടുക്കാമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു സ്പോട്ട് വരുമ്പോൾ കൊടുക്കണം. നല്ല അറിയോ എന്താന്നൊരു ഊഹണ്ടാ? പറ എന്തെങ്കിലും. വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞേട്ടോ നല്ല കയ്യിൽ കൊടുത്തപ്പോൾ. നീ വിമലിന് കൊടുക്കും പറയാം. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തിയേക്കാണ് കേട്ടോ. വണ്ടിയിൽ പെട്രോൾ അടിക്കണം. തലയിൽ എണ്ണ ഒഴിച്ച കാരണം അങ്ങനെ കോല് പോലെ കിടക്കുക. ഒരു ഇതില്ല, എണ്ണ തേച്ച് ഇന്ന്. ഹാലിഫാക്സ് വാട്ടർ ബസ് ഒരു പരിപാടിയുണ്ട്, വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒരു ബസ് മോഡൽ പോണത്. അപ്പോൾ അതിൽ കയറണമെന്നുണ്ട്. അതിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കണം. പറ്റുകയെന്ന് വെച്ചാൽ അതിലൊന്ന് കയറണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹാലിഫാക്സ് എത്തിയിട്ടോ. അപ്പോൾ എനിക്കൊരു മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങാൻ കിട്ടി. വണ്ടിയിലിരുന്ന് ഉറങ്ങായിരുന്നു. അതിനുശേഷം നമ്മൾ വാട്ടർ ബസ്സിൽ ഫസ്റ്റ് തന്നെ കയറാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ബാക്കി എല്ലാവരും പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചിയും ചേട്ടന്മാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടില്ല. അപ്പോൾ വൺ ടൈം ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞ കാരണം നമുക്ക് അതിന് പോകാമെന്ന് വിചാരിച്ച് നമ്മളിത് അവിടെ എത്തി. അപ്പോൾ ഓൾറെഡി നമ്മളെത്തിയപ്പോൾ 11:45 12 മണിക്ക് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ വേഗം തന്നെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ടിക്കറ്റ് റേറ്റ് വന്നത് $62 ആണെന്ന് തോന്നുന്നു 1 പേഴ്സണ്. അപ്പം അങ്ങനെ 2 പേർക്കും ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ക്യൂ കയറാൻ നിന്നു. അപ്പം തന്നെ ഒരു 12 മണി ആവാറായിട്ടുണ്ടായിരുന്നു. നല്ലൊരു സൂപ്പർ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം അങ്ങനെ ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട്. അപ്പം നമ്മൾ നമ്മൾ ഈ കയറുന്ന വാട്ടർ ബസ്സിന് പോണത് 55 മിനിറ്റ്സ് ആണ് ഒരു ട്രിപ്പ്, റൗണ്ട് ട്രിപ്പ്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് നമ്മളിതാ വണ്ടിയിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വാട്ടർ ബസ് പ്ലസ് ഒരു ബോട്ട് ഒക്കെ പോലത്തെ ഫീലിംഗ് ആണ്. ഇത് കുറച്ച് ദൂരം റോട്ടിൽ കൂടെ പോയതിന് ശേഷം പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങും. അതാണ് കേട്ടോ ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു കുറച്ച് പ്ലേസ് എല്ലാം കവർ ചെയ്തിട്ടാണ് ഇത് പോവുക. I think Trump has lost a bit of ground. Who's ready? You ready? Yeah, you ready? Are you ready? Yeah, you ready? You ready? Amazing. You ready? You're gonna go through everyone. You ready? You ready? You guys ready? I think that's enough. Everyone else is ready, right? Welcome to the Harbor Hopper. My name is Gary. I'll be your captain and driver for that. Stevie will be your guide. And before we get started here, I'm just gonna go over a few safety things. So first of all, as you can see... Are we ready? One thing that you should know about this vehicle, it doesn't run on diesel, it doesn't run on gasoline, it doesn't run on hydrogen or anything. It runs on enthusiasm. So we're going to give that one
അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗൈഡാണ് കേട്ടോ ആ പുള്ളി. അപ്പോൾ ആൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനൊക്കെ തന്നതിന് ശേഷം ഇങ്ങനെ ഓരോ സ്പോട്ടിലെത്തുമ്പോൾ ആ ഒരു സ്പോട്ടിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു ഡബിൾ ടെക്കർ മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ താഴെയായിരുന്നു, പിന്നെ അതിന് മേലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് തന്നെ പോയത് നാഷണൽ ഹിസ്റ്റോറിക്കൽ സൈറ്റ് ആണ് കേട്ടോ. ഇതൊരു കുന്നിൻ്റെ മേലെ പോയിട്ടാണ്. അപ്പോൾ അവിടെ സ്റ്റോപ്പൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങിയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങും. നല്ലൊരു റൈഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഫസ്റ്റ് വിമലും പോയിട്ടുണ്ടായിരുന്നില്ല മുമ്പ്, അപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു പാർക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി. പിന്നെ അവിടെ ഡബിൾ ഡെക്കർ ബസ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതെല്ലാം കണ്ട് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ പോവും. ഒരു അരമണിക്കൂർ ഈ റോട്ടിൽ. Just outside of the original Fort Wall. So again, this is the beautiful library, and let's give our librarians അപ്പോൾ ഒരു അരമണിക്കൂറിനടുത്ത് നമ്മൾ റോട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ഫുള്ളും. അവിടുത്തെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ ഈ വണ്ടിയിൽ തന്നെ ഇങ്ങനെ പോകലൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെള്ളത്തേക്ക് ഇറങ്ങാനൊക്കെ പോയത്. ദെൻ നമ്മളിത് ആ വെള്ളത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വെള്ളത്തിൽ പോയതായിരുന്നു. അത് വെള്ളത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്ലാഷ് ആയിട്ട് ഞാൻ വിചാരിച്ച എൻ്റെ ഫോണൊക്കെ നനയും, നമ്മുടെ മേത്തേക്ക് വെള്ളമാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ മേത്തേക്കൊന്നും വെള്ളമായില്ല. പിന്നെ ഇതാ അവിടെ ഇങ്ങനെ കറങ്ങി കുറേ നേരം ഇങ്ങനെ കറങ്ങിയിട്ടോ വെള്ളത്തിൽ. അതാണ് കേട്ടോ ഏറ്റവും സൂപ്പറായിരുന്നത്. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് കാണുന്നത് സൈഡിലുള്ള കുറേ റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറേ ബിൽഡിങ്സും അങ്ങനത്തെ ഒക്കെ കാണലൊക്കെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരു വൺ ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ വെള്ളത്തിൽ കുറേ നേരം സവാരി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് കയറി കേട്ടോ. വെള്ളത്തിൽ നല്ല രസമായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വെള്ളത്തിൽ. ആളിങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, അവിടുത്തെ സ്പെഷ്യാലിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും റോട്ടിൽ തിരിച്ച് കയറിയിട്ട് നമ്മൾ കയറിയ സ്പോട്ടിൽ തന്നെ തിരിച്ചു പോവും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊരു ജസ്റ്റ് ഒരു 55 മിനിറ്റ്സ് ഒരു ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വാട്ടർ ബസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിട്ടോ. 55 മിനിറ്റാണ് കേട്ടോ ഒരു റൗണ്ട് ഉള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും കഴിക്കാണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു വിശന്നിട്ട് വയ്യ. വിശക്കണ കാരണം വിമലിൻ്റെ മുഖത്തൊരു തേജസ് ഇല്ല, ഒരു ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെ നോക്കിയപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഇതുവരെ പോയിട്ടില്ല, ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ അടുത്ത് തന്നെയായിട്ട് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതെല്ലാം കൊടുക്കണമെങ്കിൽ നമുക്ക് വേഗം ഫുഡ് കഴിക്കാൻ പോവാം. നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് കയറിയത് ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. അവിടുത്തെ ഫുഡാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡായിട്ട് ചില്ലി ചിക്കനും പിന്നെ പ്രോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ രണ്ടുപേർക്കും നല്ല വിശപ്പുള്ള കാരണം കുറച്ച് കഴിച്ചു. ഞാൻ പിന്നെയും കഴിച്ചു, വിമലെ ഒട്ടും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ടേക്ക് ഔട്ടാണ് ചെയ്തത്. നമുക്ക് ഭയങ്കര വിഷമമായിട്ടാണ് വെഡ്ഡിങ് ഡേ ആയിട്ട് ഫുഡ് ഫ്ലോപ്പായി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പറയാമെന്ന് നമുക്ക് നെക്സ്റ്റ് ഡേ നൈറ്റ് ഡിന്നർ കഴിക്കാൻ വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തത് ഹാലിഫാക്സ് ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിനേക്കാൾ മുമ്പ് ഞാൻ വിമലിന് വാങ്ങിച്ച ഗിഫ്റ്റ് കൊടുക്കാൻ പോവാം. തരട്ടെ വിമലെ? തന്നോളൂ. താങ്ക് യു. പാട് കേട്ടോ, 5 മിനിറ്റ് കൊണ്ട് ഇത് റാപ്പ് ചെയ്തെടുക്കാൻ. ചേട്ടനടാ തേങ്ങ ഓർഡറാക്കിയേക്കണം. ഇത് കണ്ടല്ലോ
ഇത്തിരി പൊന്തിച്ച് വെച്ചിട്ട് ചെയ്യുന്നില്ല, കാണുന്നില്ല. എലിക്കാമ ഇതെന്തിനായിരുന്നു? വെറുതെ എനിക്ക് ആയാലൊക്കെ വാങ്ങുമ്പോ ഫുള്ള് വീഡിയോ എടുക്കാൻ. താങ്ക് യു. ഇഷ്ടായ? കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പറയാൻ. അപ്പം നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ വിമലിന് കൊടുത്തത് ഹെലിക്യാമാണ് കേട്ടോ. അപ്പോൾ വിമലിന് ഒത്തിരി സന്തോഷമൊക്കെ ആയി. പക്ഷെ ആൾക്ക് ക്യാഷ് എന്തിന് ഇത്ര കളഞ്ഞ, ഇപ്പോൾ ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് യൂസും കാര്യങ്ങളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വേറെ എന്താ ഞാൻ കൊടുക്കാമെന്ന് കുറേ ആലോചിച്ചു. എനിക്കൊന്നും ഐഡിയ കിട്ടാത്ത കാരണം ഞാൻ വിചാരിച്ചു, വിമല എപ്പോഴും പറയും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെല്ലാം പോകുമ്പോൾ സൂപ്പർ വീഡിയോ എടുക്കാമെന്നൊക്കെ പറയും. അപ്പം പിന്നെ വാങ്ങിച്ചു. അതെ, ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങി കാശ് കളയണ്ടെന്നായിട്ട് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിമല അറിയാണ്ട് ഗിഫ്റ്റ് ഓർഡർ ചെയ്തു. ഫസ്റ്റത്തെ ആനിവേഴ്സറി അല്ല, അതെനിക്ക് എന്തായാലും ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അത് കാരണം ഞാൻ വിമല അറിയാണ്ട് വാങ്ങിയത്. അപ്പോൾ വിമല പറയുന്ന കാശ് ചിലവാക്കി ഒരു അത്യാവശ്യമില്ലാത്ത സാധനമാണ്. സത്യം. എടാ അത്യാവശ്യമില്ലേ, പക്ഷെ നിനക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ? ഇഷ്ടമൊക്കെയാണ്. ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മറ്റേ വാട്ടർ ഫ്രണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഹാലിഫാക്സ് ഷോപ്പിംഗ് മാളിൽ പോയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അപ്പം നമ്മൾ ഇനി പോവാണ്ടാ വീട്ടിലേക്ക്. അപ്പം ഇന്ന് രാവിലെ ഇറങ്ങിയതായ കാരണം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ, ഉറങ്ങിയിട്ടൊന്നുമില്ല. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇനി ഉറങ്ങണം വീട്ടിൽ പോയിട്ട്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.